നമസ്കാരം പ്രിയമുള്ളവരെ. സത്യത്തിൽ ഇന്ന് ഞാൻ വളരെയേറെ ചിരിച്ച ഒരു ദിവസമാണ്. എൻ്റെ ഒരു അടുത്ത ബന്ധു വളരെ അടുത്ത ബന്ധു, അദ്ദേഹം ദീർഘകാലം 34 വർഷം പട്ടാളത്തിൽ സേവനം നടത്തി നല്ല റാങ്കോടുകൂടി റിട്ടയർ യോഗ്യ ഒരാളാണ്. ജീവിതകാലത്ത് ഇന്ന് വരെ അദ്ദേഹം CPM അല്ലാതെ മറ്റാർക്ക് വോട്ട് ചെയ്തിട്ടാരും എനിക്കറിയില്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. കഴിഞ്ഞ കുറേ നാളുകളെ അദ്ദേഹത്തിന് ചിന്തയിൽ ചില മാറ്റങ്ങൾ വരുന്നത് ഞാൻ കണ്ടു. കൂടാതെ ഇന്ന് ഞാൻ അദ്ദേഹത്തെ രാവിലെ വീട്ടിൽ കാണുമ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ്. ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇവിടുത്തെ വെയിൻസ് ഒക്കെ ഇങ്ങനെ വികസിക്കും. അത് അങ്ങനെ ചിരിക്കാത്ത ഒരാളാണ്. മാതൃഭൂമി പത്രവും മനോരമ പത്രവും മാറി മാറി വായിച്ചിട്ടാണ് അദ്ദേഹം ചിരിച്ചത്. പത്രക്കാർ കുഴപ്പമില്ല. മന്ത്രി വീണ ജോർജിനെ പറ്റിയുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം കണ്ടത്, അത് വായിച്ചത്, അത് എന്നോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അത്രമാത്രം കേരള സമൂഹം ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഒരു മന്ത്രിയെ, ഒരു വനിതാ മന്ത്രിയെ, ഏറ്റവും മോശമായ രീതിയിൽ അവർ കാണിച്ച പ്രവൃത്തിയെ, ദുശ്ചെയ്തിയെ വിമർശിക്കുകയും വെറുപ്പോടുകൂടി കാണുകയും ചെയ്ത ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ പ്രഭാതമാണിത്. മന്ത്രിയുടെ മണ്ഡലത്തിലെ പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം 10 വർഷമായിട്ട് പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തിലെ MLA ആണ്. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയായതിനു ശേഷം അവിടെ 1-2 കെട്ടിടം പണിയുന്നുണ്ട്. ആ സമയത്ത് അവിടെ കാഷ്വാലിറ്റിന് മുമ്പിൽ നിന്ന് ആ ഓമല്ലൂർ സ്വദേശിയെ ഗംഗാധരൻ നായരുടെ തലയിൽ നിന്ന് ചക്ക വീണു എന്നൊരു വാർത്ത കൂടിയുണ്ട്. ആ ഹോസ്പിറ്റലിൽ നിന്നാണ് വീണ്. അദ്ദേഹം അവിടുത്തെ കാഷ്വാലിറ്റിയിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റിലുമാണ്. വേറൊന്നും പറഞ്ഞാൽ എന്തോ പേപ്പർ ഒപ്പിടാൻ വേണ്ടി പോയതാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇതാണ് സംഭവിച്ചത്. പിന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു നമുക്ക് വാക്ക് പറയാം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയാണ്. ഇന്നലെ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കന്മാരോ അല്ല അവരുടെ FB പോസ്റ്റും INCയുടെ FB പോസ്റ്റുകളൊക്കെ നമ്മൾ നോക്കി. അതിലൊന്നും തന്നെ സജീവമല്ലാതിരുന്ന ഒരു വാർത്ത, അതിനെ അപ്പോൾ തന്നെ ആ സംഭവം ഉണ്ടായി സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ വീഡിയോ സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും വിമർശിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടം 8 മണിക്കൂറുകൾക്ക് മുമ്പിട്ടിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്, അതും സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിട്ട് പോലും നമ്മുടെ സർക്കാർ ആശുപത്രി കൊടുക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ അത്ര അൺപ്രൊഫഷണൽ ആണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താകും? ഇവിടെയാണ് ചോദ്യം. ഇന്നലെ മന്ത്രിക്ക് ജില്ലാ ആശുപത്രിയിൽ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് അത് ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടുമ്പോൾ മാത്രമേ ആരോഗ്യരംഗം നമ്പർ 1 ആകൂ എന്നുള്ളതാണ് സത്യം. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കഴുത്തിന് വേദന എടുത്തപ്പോൾ അപ്പം തന്നെ അവർ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നു, ICU കഴിയുന്നു, മറ്റേതെല്ലാം ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരു സംഭവമുണ്ട്. ICUയിൽ കിടന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, BP മെഷീൻ എപ്പോഴും ഫിറ്റായിരിക്കും. അതാണ് അതിൻ്റെ കണ്ടീഷൻ. ICUയിൽ കിടന്നിട്ടുള്ളവരുടെ ദേഹത്ത് ഏതൊക്കെ ട്യൂബ് ഉണ്ടാവുമെന്നും ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് അതൊക്കെ ഉണ്ടാകുന്നുള്ള കാര്യം ഒരു പരിധിവരെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആളെന്ന രീതിയിൽ ഞാൻ പറയട്ടെ. എന്തായാലും BP മെഷീൻ എപ്പോഴും അതിനകത്ത് അതിൻ്റെ വേവ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് ICUയിലാണെങ്കിൽ അതുണ്ടാവും. ഓക്സിജനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും. ഇതെല്ലാം പേഷ്യൻ്റെ അടുത്തുണ്ടാകും. ഇവിടെ ആ BP മെഷീൻ ഓൺ അല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ഫോട്ടോയിലൂടെ കാണുന്നതും അവരുടെ ദേഹത്ത് കണക്ട് ചെയ്തിട്ടുമില്ലായിരുന്നു. ആരോഗ്യവകുപ്പ് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ മാത്രം പിടലിയുളുക്കല്ല. അവിടെയാണ് പ്രശ്നം. സർക്കാരിൻ്റെ പിടലിയുളുക്കാണ്. ആ മര്യാദ കാണിക്കണമൊക്കെ. എന്നിട്ട് പറയുകയാണ്, മെഡിക്കൽ കോളേജ് കൊടുക്കാൻ പോകുന്ന MRI എങ്കിലും മെനയായി മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ MRI വന്നിട്ടുണ്ട്. MRI റിസൾട്ടിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. 50 വയസ്സോളം പ്രായമുള്ള മന്ത്രി എന്നല്ല ആർക്കും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളിന് കഴുത്തിനുണ്ടാകാവുന്ന ചില തേയ്മാനങ്ങളുണ്ടാകാം. പിന്നെ പെട്ടെന്ന് പോലീസ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവർ കുട്ടികളുടെ അടുത്തേക്ക് ആക്രോശിച്ച് അമ്മാരിഞ്ഞ് വിട് എനിക്ക് യാത്ര ചെയ്യേണ്ടെന്നൊക്കെ ചോദിക്കുകയും പോലീസിനെ വഴക്കുറയൊക്കെ ചെയ്യുന്ന കാണാം. അവിടെ ഞാൻ കണ്ടത് ഏറ്റവും അഭിമാനത്തോടുകൂടി പറയേണ്ട കേരള പോലീസിലെ ഒരു വനിതയെ പറ്റിയാണ്. സബ് ഇൻസ്പെക്ടറാണെന്ന് തോന്നുന്നു. ആ സ്ത്രീ, ആ ഓഫീസർ, അവരെത്ര കൃത്യമായി മന്ത്രിയുടെ ഇവിടെ ഇങ്ങനെ മന്ത്രി അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട സാധാരണ തലോടുന്ന പോലെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പോലീസുകാരൻ പുറയിൽ നിന്ന് 2 കൈയിലൂടെ പുറത്തേക്ക് അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. അവർ ശരിക്കും കരിങ്കൊടി കാണിക്കാൻ വരുന്നവർക്ക് അവിടെ എത്രയും പോലീസ് ഉണ്ടെന്നും കരിങ്കൊടി കാണിച്ചിട്ട് പോകാമെന്നോ അല്ലെങ്കിൽ അറസ്റ്റ് നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കേണ്ട പോലീസ് മന്ത്രിയോട് സംയമനം പാലിക്കാൻ പറയുന്നതാണ് നമ്മൾ കണ്ടത്. അതിനെ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവരെ അംഗീകരിച്ചേ പറ്റൂ. കാരണം അവരത്ര ഇതോടുകൂടി വരട്ടെ നമുക്ക് പോകാം, മന്ത്രി എന്തായാലും ട്രെയിൻ വരികയല്ലേ, പോകൂ, ഈ രീതിയിൽ സംസാരിക്കുക. അതാണ് മാന്യതയുടെ അങ്ങേയറ്റത്തെ ലക്ഷണം എന്ന് പറയാം. 1ാമത്തെ ഫ്ലാറ്റ് മുതലിട്ട് 3ാമത്തെ ഫ്ലാറ്റും വരെ നടന്നു പോവുകയും ചിരിക്കുകയും പത്രക്കാരുടെ തമാശ കയറുകയും അവന്മാരെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പോയ മന്ത്രിക്ക് 3ാമത്തെ ഫ്ലാറ്റ് വിളിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ സ്പീക്കർ നിഷ്പക്ഷനായി പെരുമാറേണ്ട, രാഷ്ട്രീയ ലെവലേശമില്ലാതെ പെരുമാറേണ്ട ആ സ്പീക്കർ നേരെ CM വിളിക്കുന്നു. ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് CM മൊബൈൽ കൊടുക്കുന്നു.
ആ മൊബൈൽ കൊടുത്തതിന് ശേഷം CM പറഞ്ഞതനുസരിച്ച് മന്ത്രിക്ക് പെട്ടെന്ന് പെടലേക്ക് വേന വരുന്നു. അപ്പോൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടം വേറെ സംഭവം കൂടി ചെയ്തു. മന്ത്രി പത്തനംതിട്ടയിൽ പഠിക്കുമ്പോൾ മോണോ ആക്ടിന് മന്ത്രിക്ക് സമ്മാനം കിട്ടിയിരുന്നു. അതിന് പത്രത്തിലൊരു ഫോട്ടോ വന്നു. ആ ഫോട്ടോ വെച്ചിട്ടാണ് രാഹുൽ ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തത്. ഞാൻ രാഹുലിനെ പോസ്റ്റ് ചെയ്തതല്ല. കാരണം മോണോ ആക്ടിന് മന്ത്രിക്ക് പണ്ടുതൊട്ട് ചെറുപ്പം തൊട്ട് നല്ല കഴിവുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ കുറേ മെയ്വഴക്കങ്ങളാകും എന്നുള്ളതാണ് മനസ്സിലാക്കുക. അഹങ്കാരവും ധിക്കാരവും ആരോഗ്യവകുപ്പിനും നല്ല ഒരു വകുപ്പിനും പാടില്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴേ മന്ത്രി കൊഴിഞ്ഞു വീഴുന്നു. ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും ഓപ്പറേഷൻ ഒന്നും ചെയ്യാത്ത കാര്യമായി എന്ന് മനസ്സിലാക്കുന്നു. സാധാരണ ഒരാളിനുണ്ടാകാവുന്ന കഴുത്ത് വേദനയ്ക്കപ്പുറം, തേയ്മാനത്തിനപ്പുറം MRIയിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധനം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതിന് ശേഷം കേരള സമൂഹത്തിലേക്ക് വളർന്നു വരികയും നിരവധിയായ രീതിയിൽ പ്രശ്നങ്ങളെ കാണുകയും മിണ്ടാതിരിക്കാൻ പറ്റാതിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടങ്ങിയിരുന്ന, അടക്കത്തോടുകൂടി പിടിച്ചു വെച്ചിരുന്ന, തൻ്റെ എല്ലാവിധ ആവേശത്തോടും കൂടി കോൺഗ്രസിൽ വന്നതിന് ശേഷം പ്രതികരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് സനൂപ് അറിയാമല്ലോ, കാലിന് ചികിത്സയ്ക്ക് പോയി 2 കണ്ണും നഷ്ടപ്പെട്ടപ്പോൾ ചെറുപ്പക്കാരൻ, ഭാര്യ കോവിഡ് സമയത്ത് മരിച്ചുപോയി, പിന്നെ ഒരു പിഞ്ചു കുഞ്ഞും അമ്മയും മാത്രമാണ് അയാൾക്കുള്ളത്. ഇത് സനൂപ് അന്ധനായി അഭിനയിക്കുകയല്ല. ആരോഗ്യമന്ത്രി, നിങ്ങളുടെ സിസ്റ്റം കണ്ണ് ചുഴന്നെടുത്താണ്. മുഖ്യമന്ത്രി വന്നിട്ടും തലപൊക്കാനാകാതെ കിടക്കുന്ന പാപ അഭിനയമല്ല സനൂപിന്റെ ജീവിതം. ഉരുളായപ്പോൾ അയാൾക്കുള്ള ശൂന്യത. കരിങ്കൊടി കാട്ടിയാൽ വധശ്രമം, പക്ഷേ കൈവെട്ടിയും കണ്ണു ചുഴിഞ്ഞെടുത്തും കത്രികയിട്ട് തുന്നിയും ശ്വാസം കൊടുക്കാതെ കൊന്നെടുക്കുന്നതിന് റിപ്പോർട്ട് കൊടുക്കാനുള്ള കുറ്റം മാത്രം. അനാഥത്വം സൃഷ്ടിക്കുന്ന, അംഗവൈകല്യം സമ്മാനിക്കുന്ന ഒരു വകുപ്പിന്റെ മന്ത്രിക്കേറെ കരിങ്കൊടി കാട്ടിയ, ഉറക്ക മുഷ്ടി ചുരുട്ടി പ്രതിഷേധ മുദ്രാവാക്യം ഒഴുക്കിയ പ്രിയപ്പെട്ടവർക്ക് ഹൃദയാഭിവാദ്യങ്ങൾ എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിത് കണക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരാളിലാണ്. ഇന്നും എൻ്റെ മനസ്സിൽ നോവാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. 1.5 വർഷം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ പറ്റി കിട്ടാവുന്ന എന്ത് വിഷയവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കെ നവീൻ ബാബു, പത്തനംതിട്ട ജില്ലക്കാരൻ. മന്ത്രിയും നവീൻ ബാബുവും എൻ്റെ ജില്ലക്കാരാണ്. മന്ത്രി ഈ പറഞ്ഞ കെ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയ പരിയാരം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിലാണെന്ന് അറിയുമ്പോഴാണ് എനിക്കതിനകത്തൊരു അതിശയം തോന്നുന്നത്. കാലമാണ് അവരെവിടെ എത്തിച്ചത്. കാരണം നവീൻ ബാബു എന്ന മനുഷ്യൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ കിടക്കുമ്പോൾ മന്ത്രി നവീൻ ബാബുവിനെ ഓർക്കണം, മഞ്ജുഷയെ ഓർക്കണം, അവരുടെ 2 പെൺമക്കളെ ഓർക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. പറയാൻ കാരണം, ആർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ മന്ത്രി ഉടൻ തന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ട് പറയും, ഞാൻ കൂടെയുണ്ട്, നമ്മൾ കൂടെയുണ്ട്, ചേർത്ത് നിർത്തും എന്ന് പത്രക്കാരെ കണ്ട് പറയും. അത് കഴിഞ്ഞ് പറയും സിസ്റ്റം തകരാറാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മന്ത്രിയോട് 2 ചോദ്യങ്ങൾ. പത്തനംതിട്ട ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ചെയ്ത് വരുന്ന പേഷ്യൻസിന് അവിടുത്തെ ലിഫ്റ്റ് പലപ്പോഴും കൊടുക്കാറില്ല. വളരെ തുച്ഛം സമയത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. സ്റ്റെപ്പ് ഇറങ്ങിയാണ് വരുന്നത്. ആ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരും പലരും ഉണ്ട് എവിടെ എന്നുള്ള സത്യം. സ്വന്തം മണ്ഡലത്തിലെ ഒരു പേഷ്യൻ്റ് മന്ത്രി പരിയാരത്ത് കിടക്കുമ്പോൾ ഇവിടെ ചക്ക വീണ് ആശുപത്രി കിടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് മന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കുക. അതുതന്നെയാണ് എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത്. നിങ്ങൾ മഞ്ജുഷയോട് പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ മറ്റു പലരോടും പറഞ്ഞത്, കൂടെയുണ്ട്, ചേർത്ത് നിർത്തും, ചേർത്ത് പിടിക്കുമെന്ന്. അത് കഴിഞ്ഞ് പത്രക്കാരെ കാണുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? യാതൊരു കാരണവശാലും എൻ്റെ കുഴപ്പമല്ല, 2016 ഇറങ്ങിപ്പോയ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്തെ കുഴപ്പമാണ് ഇതെല്ലാം എന്ന് പരോക്ഷമായി പറയുന്ന മന്ത്രി സിസ്റ്റം തകരാറാണെന്ന് പറയുന്നു. കൂടാതെ വിദേശ കുത്തകൾക്ക് കേരളത്തിൽ വന്ന് സ്വകാര്യ ആശുപത്രിയിൽ 90%-ലധികം ഷെയർ എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് മന്ത്രി സ്വകാര്യ മാനേജ്മെൻറ്റുകളെ കുറ്റം പറയുന്നു. എന്തുകൊണ്ട് സർക്കാർ ഡോക്ടർമാരെ കുറ്റം പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഓരോ ട്രാൻസ്ഫറിനും ഓരോ ഡോക്ടർമാരും ലക്ഷക്കണക്കിന് രൂപയാണ് പലയിടത്തേക്കും കോഴ കൊടുക്കുന്നത്. ആ കോഴപ്പണം വാങ്ങുന്നവരാണ് ഭരണകക്ഷിയിലുള്ളവരും. ഇനി പ്രതിപക്ഷം ഭരണത്തിൽ വന്നാൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അതുതന്നെയായിരിക്കും ചെയ്യുന്നതെന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ ഏതെങ്കിലും ഡോക്ടർമാർ കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ആ ഹോസ്പിറ്റലിൽ വർഷങ്ങളോളം ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അന്ന് ഭരിക്കുന്ന കക്ഷിക്ക് പൈസ കൊടുത്തിട്ടാണെന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണിതുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ സമരത്തിന് എസ്മ പ്രയോഗിക്കാത്തതെന്ന് ഓർക്കണം, ഡയസ്നോൺ പ്രയോഗിക്കാത്തത്. പേടിയാണ് ഡോക്ടർമാരെ. കാരണം അവർ പലതും വിളിച്ചു പറയും. ആ അവസ്ഥയിലെത്തി കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാത്രമല്ല വെന്റിലേറ്റർ ആയിരിക്കുന്നത്, സർക്കാർ വെന്റിലേറ്ററാണ്. എന്തായാലും മന്ത്രി വെന്റിലേറ്ററല്ല, ICUവിലാണ്. കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ തീരുന്ന ഒരു അസുഖം, സാധാരണ ഉണ്ടാകാവുന്ന ഒരസുഖത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയും നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. അത്രമാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.